ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോ സെഷനിൽ നമ്മൾ അക്കൗണ്ട്സും ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ടേംസ് ആണ് ഇവിടെ ഡിഫൈൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ബ്രീഫായിട്ടുള്ള ഷോർട്ടായിട്ടുള്ള എന്നാൽ ഈസി ടു അണ്ടർസ്റ്റാൻഡ്, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻസ് അല്ലെങ്കിൽ ഡെഫിനേഷൻസ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനിയും ഈ ടേംസ് എന്തൊക്കെയാണെന്ന് വൺ ബൈ വൺ ആയിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്ന അസറ്റ്സ് എന്നുള്ളതാണ്. എല്ലാവരും പൊതുവേ കേട്ടിട്ടുള്ളൊരു അക്കൗണ്ടിങ് വൊക്കാബുലറി അല്ലെങ്കിൽ അക്കൗണ്ടിങ് ടേമാണ് അസറ്റ്സ് എന്ന് പറയുന്നത്. കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്, ഏത് ബിസിനസ് ആയാലും ആ ബിസിനസ്സിൽ ഒരു സെർട്ടൻ അസറ്റ്സ് ഉണ്ടായിരിക്കും. റിസോഴ്സസ് ഓൺഡ് ബൈ എ ബിസിനസ് ദാറ്റ് ഹാവ് വാല്യൂ. അതായത് ഒരു ബിസിനസ് ഓൺ ചെയ്തിരിക്കുന്ന, സ്വന്തമാക്കിയിരിക്കുന്ന റിസോഴ്സാണ്. റിസോഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്തി അല്ലെങ്കിൽ നമുക്ക് മൂല്യവത്തായിട്ടുള്ള മോണിറ്ററി ടേംസിൽ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്ന, എന്നാൽ ഒരു ബിസിനസ്സിൻ്റെ മുതൽക്കൂട്ടായിട്ട് നിൽക്കുന്ന, ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനെ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്ന അസറ്റ്സ് ഉണ്ട്. പിന്നെ ലോങ് ടേം ലൈഫ് സ്പാനുള്ള അസറ്റ്സും ഉണ്ട്. അപ്പം അത് റിസോഴ്സ് ആയിരിക്കണം, അത് ബിസിനസ് ഓൺ ചെയ്യുന്നതായിരിക്കണം, ബിസിനസ്സിൻ്റെ സ്വന്തമായിരിക്കണം. അതിന് വാല്യൂസ് ഉണ്ട്, ഇക്കണോമിക് വാല്യൂ അല്ലെങ്കിൽ മോണിറ്ററി വാല്യൂ അല്ലെങ്കിൽ മണി ടേംസിൽ മെഷർ ചെയ്യാൻ സാധിക്കുന്ന വാല്യൂസും ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനെയാണ് അസറ്റ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡും മറുഭാഗം ലയബിലിറ്റി സൈഡുമാണ്. അപ്പോൾ അതിലൊരു സെക്ഷനാണ് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ഓൺ ചെയ്യുന്ന റിസോഴ്സിൻ്റെ കാറ്റഗറി അല്ലെങ്കിൽ ഐറ്റംസ് ആണ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡ് വരുന്നത്. അപ്പോൾ അങ്ങനെ അസറ്റ് സൈഡ് വരുന്ന റിസോഴ്സാണ് നമ്മൾ അസറ്റ്സ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ലയബിലിറ്റീസ് ആണ്. ലയബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ്സിൻ്റെ ഓപ്പോസിറ്റാണ്. അസറ്റ്സ് ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് അപ്ലൈ ചെയ്ത് നമ്മൾ അക്വയർ ചെയ്യുന്ന റിസോഴ്സിനെയാണ് നമ്മൾ അസറ്റ്സ് എന്ന് പറയുന്നത്. അതവിടെ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണ് ശരിക്കും പറഞ്ഞാൽ സംഭവിക്കുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ടിൻ്റെ വിനിയോഗത്താൽ ബിസിനസ് ഓൺ ചെയ്യുന്ന റിസോഴ്സിനെയാണ് അസറ്റ് എന്ന് പറയുന്നത്. അടുത്ത ലയബിലിറ്റീസ് ആണ്. ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഡെറ്റ്സ് ഓർ ഓബ്ലിഗേഷൻസ് എ കമ്പനി ഓവ്സ് ടു അതേഴ്സ്. ഡെറ്റ്സ് അല്ലെങ്കിൽ ഓബ്ലിഗേഷൻസ് മറ്റ് ഉള്ളവർക്ക് കമ്പനി കൊടുക്കാനുള്ളത്, അല്ലെങ്കിൽ കടപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഓബ്ലിഗേഷൻസ് ആണ്. മറ്റുള്ളവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്കകത്തുള്ളവർക്കാകാം, ഇന്റേണലായിട്ട് ഉള്ള ഡെറ്റ് ഓബ്ലിഗേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സ്റ്റാഫിൻ്റെ സാലറി കൊടുക്കാൻ ഡ്യൂ ആയി കൊടുത്തില്ല, അപ്പോൾ അതൊരു ഇന്റേണൽ ഓബ്ലിഗേഷനാണ്, അതൊരു ലയബിലിറ്റിയാണ് കമ്പനിയെ സംബന്ധിച്ച്. പിന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ളതാണ് ഏറ്റവും കൂടുതൽ ഓബ്ലിഗേഷൻസ് ഉള്ളത്. കാരണം കമ്പനിക്ക് വെളിയിലുള്ള പാർട്ടീസിന് അല്ലെങ്കിൽ അതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന്, വ്യക്തികൾക്ക്, സപ്ലയേഴ്സിന്, വെൻഡേഴ്സിന് ഒക്കെ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ട്രാൻസാക്ഷൻ്റെ ബേസിൽ പണമിടപാടുകൾ കൊടുക്കാനുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡെറ്റ്സ് അല്ലെങ്കിൽ ഓബ്ലിഗേഷൻസ് പറയാം. എ കമ്പനി ഓവ്സ് ടു അതേഴ്സ്, മറ്റുള്ളവർക്ക് കമ്പനി ഓവ് ചെയ്യുന്നതാണത്. ഓൺ ചെയ്യുന്നതാണ് അസറ്റ്, ഓവ് ചെയ്യുന്നതാണ് ലയബിലിറ്റി. ഓൺ ആൻഡ് ഓവ്. എന്ന് പറഞ്ഞാൽ കടപ്പെട്ടിരിക്കുക, ഓൺ ചെയ്താൽ നമ്മൾ സ്വന്തമാക്കുക, അല്ലെങ്കിൽ കമ്പനിക്ക് അതിൽ സ്റ്റേക്കുള്ള റിസോഴ്സിനെ അസറ്റ് എന്നും, കമ്പനിക്ക് പുറത്തുള്ള ആൾക്കാർക്ക് കമ്പനിയുടെ റിസോഴ്സിൽ സ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിനെ ലയബിലിറ്റീസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്താണ് ഇക്വിറ്റി എന്ന് പറഞ്ഞത്. അസറ്റിനോടൊപ്പം തന്നെ ലയബിലിറ്റീസിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളൊരു കാറ്റഗറി ഓഫ് ബാലൻസ് ഷീറ്റ് ഐറ്റമാണ് ഇക്വിറ്റി എന്ന് പറഞ്ഞത്. ദ ഓണേഴ്സ് ഷെയർ ഓഫ് അസറ്റ്സ് ആഫ്റ്റർ ലയബിലിറ്റീസ് ആർ ഡിഡക്റ്റഡ്. ടോട്ടൽ അസറ്റ്സിൽ നിന്നും ലയബിലിറ്റീസ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന നെറ്റ് വർത്ത് അല്ലെങ്കിൽ നെറ്റ് എമൗണ്ട് ആണ് ഓണേഴ്സ് ഷെയർ എന്ന് പറഞ്ഞാൽ. ആ ഓണേഴ്സ് ഷെയറിൻ്റെ മറ്റൊരു വേർഡാണ് അല്ലെങ്കിൽ ടേമാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്.
ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഓണേഴ്സ് സ്റ്റേക്കാണ് ശരിക്കും പറഞ്ഞത്. കമ്പനിയുടെ ഉടമസ്ഥാവകാശം ആർക്കാണോ ഉള്ളത് അവർക്ക് ആ കമ്പനിയുടെ അസറ്റിൽ നിന്നും ലയബിലിറ്റീസ് കുറച്ച് കഴിഞ്ഞുള്ള ബാക്കിയുള്ള നെറ്റ് വർത്തിൽ ഉള്ള അവകാശത്തെയാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇക്വിറ്റി. അസറ്റ്സ് എന്ന് പറഞ്ഞാൽ വാട്ട് ദ കമ്പനി ഓൺസ്, OWN, ഓൺ. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ വാട്ട് ദ കമ്പനി ഓസ്, OWS. എന്നുവെച്ചാൽ ഒന്ന് നമ്മൾ സ്വന്തം ആക്കുകയും മറ്റേത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതാണ് അസറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഓണേഴ്സ് ഇക്വിറ്റിയാണ്. ഓണേഴ്സിന് കമ്പനിയുടെ ഈ പറഞ്ഞ അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ് കഴിഞ്ഞ് ബാക്കി എന്തെങ്കിലും നെറ്റ്വർത്ത് ഉണ്ടെങ്കിൽ അതിലുള്ള ക്ലെയിമാണ് ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അടുത്തതാണ് റവന്യൂ. റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇൻകം ജനറേറ്റഡ് ഫ്രം നോർമൽ ബിസിനസ് ഓപ്പറേഷൻസ്. ഒരു ബിസിനസിന്റെ ഫങ്ഷൻസ് എന്താണോ അല്ലെങ്കിൽ നോർമലായിട്ടൊരു ബിസിനസിന്റെ ഓപ്പറേഷൻസ് എന്താണോ ആ ബിസിനസ് ഓപ്പറേഷൻസിൽ നിന്നും ബിസിനസ് ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തിനെയാണ്, വരുമാനത്തെയാണ് റവന്യൂ എന്ന് പറയുന്നത്. ഇൻകം ഓർ റവന്യൂ നമുക്ക് പറയാൻ പറ്റും. ദ ഇൻകം ജനറേറ്റഡ് അല്ലെങ്കിൽ റവന്യൂ ജനറേറ്റഡ്, അതാണ് റവന്യൂ എന്ന് പറയുന്നത്. ബിസിനസിന്റെ ഓപ്പറേഷൻസ്, ഇപ്പം ഒരു ബിസിനസ് സെയിൽ ഓഫ് കൺസ്യൂമർ ഗുഡ്സ് ആണ്. ആ കൺസ്യൂമർ ഗുഡ്സിന്റെ സെയിലിൽ നിന്നും ആ ബിസിനസ് ഉണ്ടാക്കുന്ന റവന്യൂ അല്ലെങ്കിൽ ഇൻകത്തിനെയാണ് റവന്യൂ എന്ന് പറയുന്നത്, വരുമാനം. മറ്റൊരു ബിസിനസ് അവരുടെ ബിസിനസ് പറഞ്ഞാൽ ഫർണിച്ചറിന്റെ സെയിലാണ്. അപ്പോൾ ഫർണിച്ചറിന്റെ സെയിലിൽ നിന്നും അവരുണ്ടാക്കുന്ന ഇൻകത്തെയാണ്, അതിൽ നിന്നും ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇൻകത്തിനാണ് റവന്യൂ എന്ന് പറയുന്നത്. റവന്യൂ ഫ്രം ദ സെയിൽ ഓഫ് ഫർണിച്ചർ, അല്ലെങ്കിൽ റവന്യൂ ഫ്രം ദ സെയിൽ ഓഫ് കൺസ്യൂമർ ഗുഡ്സ്, അല്ലെങ്കിൽ റവന്യൂ ഫ്രം ദ സെയിൽ ഓഫ് മൊബൈൽ ഫോൺസ്, റവന്യൂ ഫ്രം ദ സെയിൽ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർസ്, അങ്ങനെ എന്തുവാകാം. ഒരു ബിസിനസിന്റെ ഏരിയ ഓഫ് ആക്ടിവിറ്റി എന്താണോ ആ ഏരിയ ഓഫ് ആക്ടിവിറ്റിയിൽ നിന്നും ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇൻകത്തിനെയാണ് റവന്യൂ എന്ന് പറയുന്നത്. എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റവന്യൂവിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നതാണ് ദ കോസ്റ്റ് ഇൻകേർഡ് ഇൻ ദ പ്രോസസ് ഓഫ് ഏണിംഗ് റവന്യൂ. ഒരു കമ്പനി റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി ചിലവാക്കുന്ന എമൗണ്ടിനെയാണ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ദ കോസ്റ്റ് ഇൻകേർഡ് ഇൻ ദ പ്രോസസ് ഓഫ് ഏണിംഗ് റവന്യൂ. റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി കമ്പനിക്ക് ചില കോസ്റ്റുകൾ ഇൻകർ ചെയ്തേ വരത്തുള്ളൂ. certain costs are to be expended. certain എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ് ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസിന്റെ സൈസ് വലുതാണെങ്കിൽ, ഒരു ബിസിനസിന്റെ സൈസ് ചെറുതാണെങ്കിൽ, ഒരു ബിസിനസിന്റെ സൈസ് മീഡിയം സൈസ്ഡ് ആണെങ്കിൽ ആ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവർക്ക് ഇൻകർ ചെയ്യുന്ന കോസ്റ്റും, സ്മോൾ സൈസ് ആണെങ്കിൽ സ്മോൾ എമൗണ്ട് ഓഫ് കോസ്റ്റ് ആയിരിക്കും, മീഡിയം സൈസ് ആണെങ്കിൽ മീഡിയം എമൗണ്ട് ഓഫ് കോസ്റ്റ് ആയിരിക്കും. ബിഗ് സൈസ്, ലാർജ് സൈസ് ബിസിനസ്സിനൊക്കെ huge amount of cost to be incurred in the process of generating revenue അല്ലെങ്കിൽ ഏണിംഗ് റവന്യൂസ്. ഇപ്പോൾ റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി ഒരു ബിസിനസ് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ അളവിനെയാണ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. കോസ്റ്റ്, ദ കോസ്റ്റ് ഇൻകേർഡ് ഇൻ ദ പ്രോസസ് ഓഫ് ഏണിംഗ് റവന്യൂ. പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ്. സർവ്വസാധാരണമായിട്ട് ജനറലായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ടേമാണ് അല്ലെങ്കിൽ ഒരു ഐറ്റമാണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ റവന്യൂ ആൻഡ് എക്സ്പെൻസസ് വെൻ റവന്യൂ എക്സീഡ്സ് കോസ്റ്റ്. റവന്യൂ എക്സ്പെൻസും തമ്മിലുള്ള വ്യത്യാസം, അത് റവന്യൂ കൂടുതലും കോസ്റ്റ് കുറവുമായിരിക്കണം, അല്ലെ എക്സ്പെൻഡിച്ചർ കുറവുമായിരിക്കണം. ഇപ്പം 100 രൂപയുടെ റവന്യൂ ഒരു കമ്പനിക്കുണ്ടായി, 75 രൂപ അവരുടെ കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻസസ്. അപ്പം 100 മൈനസ് 75, 25 ഈസ് ദ പ്രോഫിറ്റ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ റവന്യൂ ആൻഡ് എക്സ്പെൻസസ്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ 100 rupees ഓഫ് റവന്യൂ ഇൻ സെയിൽസ് മൈനസ് 75 rupees ഓഫ് എക്സ്പെൻസസ് ഈസ് ഈക്വൽ ടു 25, ആൻഡ് ദാറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റവന്യൂ ആൻഡ് എക്സ്പെൻസസ്, ആൻഡ് that should mean that revenue exceeds costs or expenses. റവന്യൂ കൂടുതലും എക്സ്പെൻസസ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ കുറവായിരിക്കുമ്പോഴാണ് പ്രോഫിറ്റ് ഉണ്ടാകുന്നത്. അതിൻ്റെ മറിച്ചുള്ള സെനാറിയാണ്, സീനാണ് ലോസ് എന്ന് പറയുന്നത്. വെൻ എക്സ്പെൻസസ് എക്സീഡ് റവന്യൂ, ഒരു കമ്പനിയുടെ ചെലവുകളാണ്, കോസ്റ്റാണ് ഏറ്റവും കൂടുതലും, റവന്യൂ അതിന് താഴെയാണ് നിൽക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് റിസൾട്ടിങ് ഇൻ നെഗറ്റീവ് ഏർണിങ്സ്. നമ്മൾ മുമ്പേ പറഞ്ഞ എക്സാമ്പിൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ റവന്യൂ 75ഉം
എക്സ്പെൻസസ് അല്ലെങ്കിൽ കോസ്റ്റ് 100 ആണെങ്കിൽ -25 ആയിരിക്കും അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അത് നെഗറ്റീവ് ഏണിങ്സ് എന്ന് പറയാം, ലോസ് എന്ന് പറയാം. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കാം. നമ്മളുടെ എല്ലാ കമ്പനികളും പ്രധാനപ്പെട്ട 3 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഒന്ന് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. രണ്ടാമത്തെ ബാലൻസ് ഷീറ്റ്. മൂന്നാമത്തെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. ക്യാഷ് ഫ്ലോ അക്കൗണ്ട് എന്ന് പറയത്തില്ല, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയും, അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും, ബാലൻസ് ഷീറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സോഴ്സ് ഓഫ് ഫണ്ട്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്സ് എന്ന് പറയാം. സോഴ്സ് ഓഫ് ഫണ്ടാണ് പിന്നെ ലയബിലിറ്റി സൈഡ്, ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണ് അസറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ മൈനസ് എക്സ്പെൻസസ്. വെൻ റവന്യൂ ഈസ് മോർ ആൻഡ് expenses are less, it is called profit. And the contrary situation, that is when expenses are more and the revenue is less, it is called loss or negative earnings or the negative profit. So now let's go to the next slide. Here you can see cash flow and balance sheet. So as I said earlier, there are 3 most important financial statements are prepared by almost all business units. One is income statement, that is profit and loss account. The second one is balance sheet, that is the statement of assets and liabilities, or liabilities and assets, showing sources of funds and application of funds. So that is called balance sheet. And then the cash flow statement. The cash inflows and the cash outflows are explained there in detail. So these 3 statements are very important from the point of view of better running or efficient running of a business unit. So the cash flow means the movement of money in and out of business. ഒരു ബിസിനസ്സിലേക്ക് വരുന്നതും ഒരു ബിസിനസ്സിൽ നിന്ന് പോകുന്നതുമായിട്ടുള്ള ക്യാഷിൻ്റെ മണി, ക്യാഷ്, ഇതിൻ്റെ മൂവ്മെൻറ്റ് ഇൻ ആൻഡ് മൂവ്മെൻറ്റ് ഔട്ട്, അതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ക്യാഷ് ഫ്ലോ അക്കൗണ്ട് എന്ന് പറയാറില്ല, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ബാലൻസ് ഷീറ്റ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇറ്റ്സ് എ സ്നാപ്ഷോട്ട് ഓഫ് എ കമ്പനീസ് അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ഇക്വിറ്റി അറ്റ് എ സ്പെസിഫിക് പോയിന്റ് ഇൻ ടൈം. ഒരു പ്രത്യേക ഡേറ്റിലെ അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ ആ കമ്പനിക്കുണ്ടായിട്ടുള്ള അസറ്റ്സ്, ലയബിലിറ്റീസ്, അതുപോലെ അതിൻ്റെ ഇക്വിറ്റീസ്. അസറ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്, ഇക്വിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയതാണ്, ലയബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ സ്നാപ്ഷോട്ടാണ്, ഒരു ഒരു ബ്രീഫായിട്ടുള്ള വിവരണത്തെയാണ് ബാലൻസ് ഷീറ്റ് എന്ന് നമ്മൾ പറയുന്നത്. കമ്പനിയുടെ ഫൈനൽ റിസൾട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആദ്യം ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ട്രേഡിംഗ് അക്കൗണ്ട്, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പിന്നെ ബാലൻസ് ഷീറ്റിലേക്ക് നമ്മൾ വരും. ബാലൻസ് ഷീറ്റാണ് അതിൻ്റെ ഫൈനൽ. അതിനുശേഷം ഇതിൽ നിന്നുള്ള ഡാറ്റ നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ബട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് among the 3 financial statements, along with profit and loss account or income statement and balance sheet. And then comes cash flow. So balance sheet is a snapshot of a company's assets, liabilities, and equity at a specific point in time. Assets are displayed or described on the right side of the balance sheet, and liabilities, equity and liabilities are described or displayed on the left side of the balance sheet. So it does not have a debit side or credit side, just like the profit and loss account. And cash flow statement also does not have no asset credit or debit. It is nothing but the description or display of the cash inflow and the cash outflow. അപ്പോൾ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഓഫ് ക്യാഷ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ബിസിനസ്. ക്യാഷ് ഇൻഫ്ലോയുടെയും ക്യാഷ് ഔട്ട്ഫ്ലോയുടെയും ഒരു മൂവ്മെൻറ്റ് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് അക്രൂവൽ അക്കൗണ്ടിങ് ആൻഡ് ക്യാഷ് അക്കൗണ്ടിങ്. These two terms are different. These 2 terms are very important. Recording revenues and expenses when they are incurred, not when cash is exchanged.
അത് ഒരു ക്രെഡിറ്റ് സെയിൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് പർച്ചേസ് നടക്കുന്നു. ഒരു ബിസിനസ് നമ്മൾ റൺ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, പക്ഷേ അത് ക്രെഡിറ്റ് പർച്ചേസ് ആണ്. നൗ വി ആർ നോട്ട് പേയിങ് എനി ക്യാഷ്. നൗ വി ആർ നോട്ട് പേയിങ് എനി എമൗണ്ട് ടു ദി വെൻഡർ സപ്ലയർ. സോ വി ആർ acquiring the goods or inventory on credit. And at the same time, we are selling the goods to some customers, but we are not getting the cash from the customer. We are not collecting the cash as of now. So in such a case, accrual and accounting concept is in place. Recording revenues, not only revenues, but expenses also. Recording revenues and expenses. റവന്യൂവും എക്സ്പെൻഡിച്ചറും എക്സ്പെൻസസും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു when they are incurred. നേരത്തെ പറഞ്ഞ പർച്ചേസ് നമ്മൾ ചെയ്തു, നമുക്ക് ഇൻവെന്ററി കിട്ടി, പക്ഷെ നമ്മൾ ക്യാഷ് കൊടുത്തില്ല അല്ലെങ്കിൽ എമൗണ്ട് കൊടുത്തില്ല. പക്ഷെ ട്രാൻസാക്ഷൻ നടന്നു, ക്യാഷ് ട്രാൻസാക്ഷൻ നടന്നില്ല. അപ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് ക്യാഷ് ഈസ് പെയ്ഡ് ഓർ നോട്ട്, അല്ലെങ്കിൽ വെൻ ദ ക്യാഷ് ഈസ് നോട്ട് പെയ്ഡ്, ക്യാഷ് കൊടുക്കുന്നില്ല, അത് പർച്ചേസിൻ്റെ കേസിൽ we are not paying the cash. Sales in the case, we are not collecting the cash. So in such a case, they are incurred but not paid, or cash is not exchanged. So in such a condition, we are following accrual accounting. Accrual accounting, that is very important. Almost all the business units are following the accrual system of accounting. So hope it is understood. Recording revenues and expenses. Revenues and expenses should be recorded irrespective of cash is paid or not. But when the transaction happens, credit purchase and credit sales, for example, then cash accounting. If a firm follows cash accounting system, it records transactions only when the cash is paid or received. When cash changes hands, means cash transaction happens either in the form of payment or in the form of receipt. ക്യാഷ് നമ്മൾ പേ ചെയ്തു അല്ലെങ്കിൽ ക്യാഷ് നമ്മൾ സ്വീകരിച്ചു, ആ മൊമെന്റിൽ നമ്മൾ റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻ വിൽ ബി ഡൺ, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ വിൽ ബി റെക്കോർഡഡ്. ബട്ട് ഇൻ ദ അക്രൂവൽ സിസ്റ്റം, irrespective of the exchange of cash, whether purchase is done or sales is done, we are recording the transaction. So not only in the case of purchase or sales, but in the case of every transaction, that accrual system of accounting can be applied, and that happens when we are not paying the cash or when we are not receiving the cash, but the transaction is done. Okay, so for example, you have to pay the salary at the end of every month, but the last day of the month is over, but we still not paid the salary, but we have to record it. It's a payable amount, so we have to record it for that particular month. So that is called accrual system of accounting. Then cash accounting. So if both the systems, either of the systems can be followed by any business organization. It is according to their convenience and prerogative. So both system has its own pros and cons. അതിൻ്റെ എല്ലാ അനുകൂലവും പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ബട്ട് മോസ്റ്റ് ഓഫ് ദ ബിസിനസ് ഫേംസ് അക്രൂവൽ അക്കൗണ്ടിങ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അടുത്താണ് അക്കൗണ്ട്സ് പേയബിൾ. അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, മണി എ കമ്പനി ഓസ് ടു സപ്ലയേഴ്സ്. നമ്മുടെ ലയബിലിറ്റീസ് ആദ്യം പറഞ്ഞാണ്, ആ ലയബിലിറ്റീസിൽ വരുന്നതാണ് അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറഞ്ഞാൽ. ഒരു കമ്പനി അതിന് ഏതെങ്കിലും ഒരു പാർട്ടിയോട് ഏതെങ്കിലും ഓബ്ലിഗേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പണം കൊടുക്കാനുണ്ടെങ്കിൽ, പണം മീൻസ് ഇൻ ദ സെൻസ് ഈ പറഞ്ഞ എമൗണ്ട്, എനി ടൈപ്പ് ഓഫ് എമൗണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ, ഈവൻ എംപ്ലോയീസിന് സാലറി കൊടുക്കേണ്ട ഡ്യൂ ഡേറ്റ് ആയിട്ടും കൊടുത്തില്ലെങ്കിൽ അതൊരു പേയബിൾ ആണ്, അക്കൗണ്ട്സ് പേയബിൾ ആണ്. പുറത്ത് നമ്മൾ റെന്റ് കൊടുക്കാൻ സമയമായി പക്ഷേ കൊടുത്തില്ല, അക്കൗണ്ട്സ് പേയബിൾ ആണ്. നമ്മൾ പർച്ചേസ് ചെയ്തു പക്ഷേ എമൗണ്ട് കൊടുത്തില്ല, അക്കൗണ്ട്സ് പേയബിൾ ആണ്. So accounts payable means money a company owes to suppliers for goods or services delivered or rendered. Goods delivered അല്ലെങ്കിൽ സർവീസസ് റെൻഡേഡ്, സാധനങ്ങൾ കൊടുക്കുമ്പോഴോ വിൽക്കുമ്പോഴോ, സേവനങ്ങൾ നമ്മൾ കൊടുക്കുമ്പോഴല്ല, സാധനങ്ങൾ നമ്മൾ വാങ്ങുമ്പോഴോ, സാധനങ്ങൾ വാങ്ങുമ്പോഴോ, സേവനങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോഴോ നമ്മൾ കൊടുക്കേണ്ട എമൗണ്ട്
നമ്മുടെ ഓബ്ലിഗേഷൻ അന്നേരം മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ it happens in the form of accounts payable. So it comes under liability and is always appears on the liability side of the balance sheet. So accounts payable is a liability. That's money a company owes to others. So not only suppliers but owes to others. Money a company owes to its suppliers and others, including the employees if the salary is not paid in time. Then depreciation is the next item. The allocation of the cost of an asset over its useful life. When we acquire an asset, നമ്മളൊരു അസറ്റ് വാങ്ങിക്കുമ്പോൾ ആ അസറ്റിൻ്റെ ഒറിജിനൽ ടോട്ടൽ കോസ്റ്റിനെ നമ്മൾ ഒരു സിംഗിൾ ട്രാൻസാക്ഷനിലേക്ക് നമ്മൾ അബ്സോർബ് ചെയ്യാതെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മെഷീനറി നമ്മളൊരു 10,000 റുപ്പീസിന് മേടിച്ചെന്നിരിക്കട്ടെ. ആ 10,000 റുപ്പീസ് നമ്മൾ, ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് എ മന്ത് ഓഫ് നവംബർ 2nd of November we purchased a machinery for rupees 10,000. 10,000 രൂപയ്ക്ക് നമ്മൾ ഇന്നൊരു മെഷീനറി മേടിച്ചു. ആ മെഷീനറിയുടെ കോസ്റ്റിനെ പൂർണ്ണമായിട്ട് ഇന്ന് നമ്മൾ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിലേക്ക് അബ്സോർബ് ചെയ്യാതെ അതിൻ്റെ അലോക്കേഷൻ അപ്പോൾ ആ മെഷീനറിക്ക് 5 വർഷം ഉണ്ടെങ്കിൽ 5 വർഷത്തേക്ക് ഈ കോസ്റ്റിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്യുക, സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ അതിനാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്, ഡിപ്രീസിയേഷൻ മെത്തേഡ്. ദിസ് ഈസ് ഓൾസോ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് parts in accounting. So this part is to be understood in detail. So depreciation means the allocation of the cost of an asset over its useful life. Useful life is when a machinery is purchased, it is assumed that it can be used for 5 years or 10 years or 50 years. So during the span of those useful life of that asset, the allocation is done accordingly. So for example, if 10,000 is the cost of the asset and it has a useful life of 5 years, then 10,000 divided by 5 means 2,000 for each year. ഓരോ വർഷം 2,000 അലോക്കേറ്റ് ചെയ്യും. അപ്പം 2,000 ഭാഗം 12 ഒരു മാസം ആ എമൗണ്ട് ആയിരിക്കും ആ കമ്പനിയുടെ മന്ത്ലി പിയാനിലേക്ക് ഈ മെഷീൻ്റെ കോസ്റ്റായിട്ട് അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പം അതിനാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അടുത്ത ഡിപ്രീസിയേഷനോട് ബന്ധപ്പെട്ട് വരുന്ന സാധനമാണ് അമോർട്ടിസേഷൻ. ഡിപ്രീസിയേഷനിൽ നമ്മൾ ടാഞ്ചിബിൾ അസറ്റ്സ് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. എന്നുവെച്ചാൽ നമുക്ക് കാണാനും ടച്ച് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട് ടാഞ്ചിബിൾ അസറ്റ്സ്. ഇപ്പോൾ മെഷീനറിയുടെ കാര്യം പറഞ്ഞു, ഫർണിച്ചറിൻ്റെ കാര്യം പറഞ്ഞു, ബിൽഡിങ്, അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ കാരണം നമ്മൾ ഡിപ്രീസിയേഷൻ സ്പെസിഫൈ ചെയ്യുന്നത്. അമോർട്ടിസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ spreading out the cost of an intangible asset like goodwill, patent, etc. ഇപ്പോൾ ഗുഡ്വിൽ ഉണ്ട് ഒരു കമ്പനിക്ക്, പേറ്റന്റ് ഉണ്ട്, അതൊന്നും ടാഞ്ചിബിൾ അസറ്റ്സ് അല്ല, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആയിരിക്കും. സെറൻ ടൈപ്സ് അസറ്റ്സിൽ വരുന്നതാണത്. അസറ്റ്സിൽ ഫിക്സഡ് അസറ്റ് ഉണ്ട്, കറണ്ട് അസറ്റ് ഉണ്ട്, പിന്നെ ടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ട്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ട്. അപ്പോൾ ടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ ആണ് ഡിപ്രീസിയേഷൻ എങ്കിൽ ഇൻടാഞ്ചിബിൾ അസറ്റ്സിന് കോസ്റ്റാണ്. ഒരു സ്പെസിഫിക് പീരീഡിലേക്ക് അല്ലെങ്കിൽ ഒരു ടൈം ഫ്രെയിമിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന അലോക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ അമോർട്ടിസേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിപ്രീസിയേഷൻ ഈസ് ഫോർ ടാഞ്ചിബിൾ അസറ്റ് ആൻഡ് അമോർട്ടിസേഷൻ ഈസ് ഫോർ ഇൻടാഞ്ചിബിൾ അസറ്റ്. പിന്നത്തെ ഒരു പ്രധാന ടേമാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മുമ്പ് നമ്മൾ പ്രോഫിറ്റ് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനോട് ഏകദേശം മോറോലെസ് സെയിം ആയിട്ടുള്ള, എന്നാൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ജനറലായിട്ട് പറയുന്നതാണ് റവന്യൂ മൈനസ് എക്സ്പെൻസസ്. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ മൈനസ് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇനി നമ്മൾ വരുന്ന പോർഷനിൽ നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഷോർട്ട് ഫോമാണ് കോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് ഫീൽഡിൽ കോക്സ് എന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പം റവന്യൂവിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കുന്നതായിരിക്കും ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് നോട്ട് ദ ആക്ച്വൽ പ്രോഫിറ്റ്. Gross profit is not the actual profit. Then net profit. So after gross profit comes net profit. Total revenue means total revenue minus gross profit minus all expenses including taxes and interest. ടാക്സും ഇൻട്രസ്റ്റും ഒക്കെ ഉള്ള എമൗണ്ടുകൾ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതിനാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അത് ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓൾ ദീസ് എക്സ്പെൻസസ് ഇൻക്ലൂഡിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വരെ
റവന്യൂ എന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് പ്രോഫിറ്റ്, ഈസ് നോട്ട് ദ ആക്ച്വൽ പ്രോഫിറ്റ്. And from the gross profit, we have to minus or deduct expenditures, including taxes and interest. Then we get the net profit. The net profit is somewhat can be considered as the actual or the net amount of earnings. Then comes break-even point. Break-even point means no profit, no loss. ഒരു ബിസിനസ്സിൽ പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ലാതെ നിൽക്കുന്ന റവന്യൂവും എക്സ്പെൻസസും അല്ലെങ്കിൽ കോസ്റ്റ് ഈക്വലായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്, കണ്ടീഷനാണ് ബ്രേക്ക് ഈവൻ എന്ന് പറയുന്നത്. ദ ലെവൽ ഓഫ് സെയിൽസ് അറ്റ് വിച്ച് ടോട്ടൽ റവന്യൂ, സെയിൽസ് അല്ലെങ്കിൽ ടോട്ടൽ റവന്യൂ ഈക്വൽസ് ടോട്ടൽ കോസ്റ്റ്. ആ കമ്പനിക്ക് ഈ ഏണിങ്സ് ഇൻകം അല്ലെങ്കിൽ സെയിൽസ് ഏൺ ചെയ്യാൻ വേണ്ടി അവർക്ക് ഇൻകർ ചെയ്ത കോസ്റ്റും ഈ പറഞ്ഞ ഏണിങ്സും അല്ലെങ്കിൽ റവന്യൂ അല്ലെങ്കിൽ സെയിൽസ് ഈക്വൽ ആവുന്ന മൊമെന്റിൽ വരുന്ന പോയിന്റിനാണ് ബ്രേക്ക് ഈവൻ എന്ന് പറയുന്നത്. ഈക്വൽ പോയിന്റ്, ഇക്വാലിറ്റിയാണ്. സെയിൽസ് ഈസ് ഈക്വൽ ടു റവന്യൂ, സെയിൽസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓർ എക്സ്പെൻസസ്. അതിന് സീറോ പ്രോഫിറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ദർ ഈസ് നോ പ്രോഫിറ്റ്, ദർ ഈസ് നോ ലോസ് ഓൾസോ. സോ ഹിയർ ഇൻ ആഫ്റ്റർ ബ്രേക്ക് ഈവൻ കഴിഞ്ഞിട്ട് വരുന്ന കണ്ടീഷനാണ് നമ്മൾ പിന്നെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് അറിയാൻ പറ്റുന്നത്. അപ്പോൾ അപ് ടു ബ്രേക്ക് ഈവൻ ദർ ഈസ് നോ പ്രോഫിറ്റ്, ദർ ഈസ് നോ ലോസ്. Because up to break even, the total sales is equal to the total cost or expenditures or expenses, and that is called break even point. Then comes budgeting. So this is also a term we are all familiar with. ബജറ്റിംഗ് നമ്മൾ കേട്ടുള്ളതാണ്. ബജറ്റ് എന്നൊക്കെ നമ്മൾ കേട്ടാണ്. സാധാരണ ഗവൺമെൻറ്റുകൾ എല്ലാ വർഷവും ബജറ്റ് അവതരിപ്പിക്കാറുണ്ട്. എന്നുവെച്ചാൽ വരുന്ന ഒരു വർഷത്തേക്കുള്ള അവരുടെ പിന്നെ പ്രഡിക്ഷനാണ്, പ്ലാനിങ് ഫ്യൂച്ചർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചേഴ്സ് ടു മാനേജ് ഫൈനാൻസസ്. ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സ്ഥാപനം അവരുടെ ഫൈനാൻസ് മാനേജ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു ടൈം പീരീഡിലേക്ക് അവരുടെ ഫ്യൂച്ചർ ഇൻകം, എന്തെല്ലാം ഇൻകം ഉണ്ടാകാം, പ്രഡിക്ഷനാണത് ശരിക്കും പറഞ്ഞത്. എന്തെല്ലാം ഇൻകം ഉണ്ടാകാം അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുകയാണ്. ഈ തരത്തിലുള്ള ഇൻകംസ് നമുക്കുണ്ടാകണം, ഇത്ര ഇൻകംസ് നമുക്കുണ്ടാകണം, ഇത്ര എക്സ്പെൻസസ് നമുക്കുണ്ടാകാവൂ എന്ന് പ്ലാൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് അത്. ദാറ്റ് ഈസ് ടു മാനേജ് ഫൈനാൻസ്. ആ കമ്പനിയുടെ ഫൈനാൻസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് അത്. ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് കറക്റ്റാണ് നിർബന്ധമില്ല. കാരണം ബജറ്റിൽ ഉള്ള നമ്മളുടെ ബജറ്റിങ്ങും ആക്ച്വലും ഒക്കെ തമ്മിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടാക്കാം. ബട്ട് സ്റ്റിൽ വി ക്യാൻ ബജറ്റ് ഫോർ ദ ഫ്യൂച്ചർ. ഇറ്റ്സ് ലൈക്ക് എ planning the income, planning the expenditures, so that we can have a measure of control over the activities of the business or the operations. So budgeting is the planning for the future income and expenditures so that finances can be managed well. Forecasting എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ estimating future financial outcomes based on historical data. Budgeting is not as same as forecasting. Budgeting means we are planning. Forecasting means we are estimating or we are hoping something with respect to financial outcomes based on the past events. So for example, in the past so and so things happened, and due to that happening, certain things can have the possibility. അതിന് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിക്കാം. എസ്റ്റിമേറ്റിംഗ് ഫ്യൂച്ചർ ഫൈനാൻഷ്യൽ ഔട്ട്കംസ് എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഭാവിയിൽ ഇന്ന കാര്യങ്ങൾ സംഭവിക്കാം, കാരണം പാസ്റ്റിൽ ഇങ്ങനെ ആയിരുന്നു. ഹിസ്റ്റോറിക്കൽ ഡേറ്റ റിലേറ്റ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചർ ഫൈനാൻഷ്യൽ ഔട്ട്കംസിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനാണ് ഫോർകാസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ബജറ്റിംഗ് ഈസ് നോട്ട് സെയിം ആസ് ഫോർകാസ്റ്റിംഗ്. Then liquidity is always a concern. എല്ലാ ബിസിനസ്സിനെ സംബന്ധിച്ചും ലിക്വിഡിറ്റി ഒരു കൺസേൺ ആണ്, ആശങ്കയാണ്. കാരണം ബിക്കോസ് ഓൾ ബിസിനസ് അല്ലെങ്കിൽ എല്ലാ ഫൈനാൻസ് ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഫൈനാൻസിൻ്റെ ഓപ്പറേഷൻസ് ഉള്ള എല്ലാ ബിസിനസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ഒരു പ്രധാന ഇമ്പോർട്ടൻറ്റ് കൺസേൺ എന്ന ലിക്വിഡിറ്റിയാണ്. ദ എബിലിറ്റി ഓഫ് എ ബിസിനസ് ടു മീറ്റ് ഇറ്റ്സ് ഷോർട്ട് ടേം ഫൈനാൻഷ്യൽ ഓബ്ലിഗേഷൻസ്. എന്നുവെച്ചാൽ ഷോർട്ട് ടേമിൽ അവർക്കുണ്ടാകാൻ സാധ്യതയുള്ള ഓബ്ലിഗേഷൻസ്, ബാധ്യതകളെ മീറ്റ് ചെയ്യാൻ ഉള്ള അവരുടെ കപ്പാസിറ്റിയാണ്, എബിലിറ്റിയാണ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഉദാഹരണത്തിന് അടുത്ത ഒരു മാസം നമുക്ക്
ഒരു 10,000 റുപ്പീസിൻ്റെ ഓബ്ലിഗേഷൻസ് ഉണ്ടെങ്കിൽ ഈ 10,000 മീറ്റ് ചെയ്യാൻ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ക്യാഷ് റിസോഴ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പറയാം വി ആർ ലിക്വിഡ്. ക്യാഷ് ഇല്ലെങ്കിൽ നമ്മൾ ഇല്ലിക്വിഡ് ആണെന്ന് പറയാം. അപ്പോൾ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ക്യാഷ് റിസോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇൻകം റിസോഴ്സ് അല്ലെങ്കിൽ ക്യാഷ് റിസോഴ്സ് ഒക്കെ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നമ്മുടെ ഷോർട്ട് ടൈം ഓബ്ലിഗേഷൻസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി അതിനെ നമുക്ക് ലിക്വിഡ് കണ്ടീഷൻ എന്ന് പറയാം, ലിക്വിഡിറ്റി എന്ന് പറയാം. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇല്ലിക്വിഡ്. ലിക്വിഡിറ്റി ലാക്ക് ഓഫ് ലിക്വിഡിറ്റിയാണ് ഇല്ലിക്വിഡ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ക്യാഷ് റിസോഴ്സ് നമ്മുടെ കയ്യിൽ ഇല്ല. നമ്മുടെ ഷോർട്ട് ടൈം ഓബ്ലിഗേഷൻസ് ലയബിലിറ്റീസ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി. അടുത്ത വർക്കിംഗ് ക്യാപിറ്റൽ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ കമ്പനീസ് കറന്റ് അസറ്റ്സ് ആൻഡ് കറന്റ് ലയബിലിറ്റീസ്. അസറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞു, ഫിക്സഡ് അസറ്റ് ഉണ്ട്, കറന്റ് അസറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ലയബിലിറ്റീസിലും ഫിക്സഡ് ലയബിലിറ്റീസ് ഉണ്ട്, ലോങ് ടൈം ലയബിലിറ്റീസ് എന്ന് പറയും, കറന്റ് ലയബിലിറ്റീസ് ഉണ്ട്. അപ്പം കറന്റ് ലയബിലിറ്റി, കറന്റ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ടൈം ഡ്യൂറേഷനിലുള്ള അസറ്റ്സുകളാണ്. എന്നുവെച്ചാൽ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് ആ അസറ്റിനെ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. കറന്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലുള്ള ഓബ്ലിഗേഷൻ ആണ്. 1 മാസം അല്ലെങ്കിൽ 2 മാസം 3 മാസം 6 മാസമൊക്കെ കാലാവധിക്കുള്ളിൽ നമുക്ക് ആ ഓബ്ലിഗേഷൻ മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിനെ മാക്സിമം 1 ഇയർ ആണ് കേട്ടോ. മാക്സിമം 1 ഇയർ പീരീഡിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റിനെ കറണ്ട് അസറ്റ് എന്നും, അതുപോലെ മാക്സിമം 1 ഇയറിനുള്ളിൽ കൊടുക്കേണ്ട പേയ്മെൻറ്റ്സുകളുടെ ഓബ്ലിഗേഷനെ നമുക്ക് കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. അപ്പോൾ കറണ്ട് ലയബിലിറ്റീസ് കൂടുകയും കറണ്ട് ലയബിലിറ്റീസിന് താഴെ നിൽക്കുകയും ചെയ്യുമ്പോൾ ഒരു ഫേവറബിൾ ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷനും, മറിച്ചാണെങ്കിൽ നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ അൺഫേവറബിൾ ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ ആയിരിക്കും. മുമ്പേ നമ്മൾ പറഞ്ഞ ലിക്വിഡിറ്റിയായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഓൾവേസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. അപ്പം ബിസിനസ് ഈസ് ഇൻ എ ബെറ്റർ പൊസിഷൻ വെൻ ഇറ്റ്സ് കറണ്ട് അസറ്റ്സ് ഈസ് മോർ ദാൻ ഈസ് കറണ്ട് ലയബിലിറ്റീസ്. അതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറയുന്നത്. ഫണ്ട്സ് യൂസ്ഡ് ബൈ എ ബിസിനസ് ടു അക്വയർ, അപ്ഗ്രേഡ് ഓർ മെയിൻറ്റെയിൻ ഓക്കെ. അടുത്ത ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് പിന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്നുള്ളതാണ്. ഫണ്ട്സ് യൂസ്ഡ് ബൈ എ ബിസിനസ് ടു അക്വയർ, അപ്ഗ്രേഡ് ഓർ മെയിൻറ്റെയിൻ ഫിസിക്കൽ അസറ്റ്സ്. ഫിസിക്കൽ അസറ്റ്സ് എന്ന് വെച്ചാൽ അസറ്റിന് പിന്നെ ലോങ് ടൈം വാല്യൂ ഉള്ള അസറ്റ്സുകളെ നമ്മൾ അക്വയർ ചെയ്യുമ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിനാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. മൂലധന നിക്ഷേപം എന്നുള്ള ഒറ്റ ഒരർത്ഥമേ ഉള്ളൂ. മൂലധനം നമ്മൾ ലോങ് ടൈം ക്യാപിറ്റലിന് വേണ്ടി ലോങ് ടൈം അസറ്റ്സിന് വേണ്ടി എക്സ്പെൻഡിച്ചർ ചെയ്യുമ്പോഴാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടന്നത്. അതിൻ്റെ ക്യാപെക്സ് എന്ന് പറയും ഷോർട്ട് ഫോമിൽ. ക്യാപെക്സ് എന്ന് കഴിഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അത് ഫണ്ട്സ് യൂസ് ബൈ എ ബിസിനസ് ടു അക്വയർ, അപ്ഗ്രേഡ് ഓർ മെയിൻറ്റെയിൻ, മൂന്നാകാം. ഒന്നുകിൽ അസറ്റ് വാങ്ങിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഉള്ള അസറ്റിനെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഫിസിക്കൽ അസറ്റ്സിനെ നമ്മൾ ഉപയോഗിക്കുന്ന ഫണ്ടിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്നല്ല, ഡേ ടു ഡേ അഫയേഴ്സ് ബിസിനസ്സിൻ്റെ റൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫണ്ടിനെയാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അത് വർക്കിംഗ് ക്യാപിറ്റലാണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് വർക്കിംഗ് ക്യാപിറ്റലിനാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അപ്പം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. പിന്നെ ഫൈനാൻഷ്യൽ റേഷ്യോസ് എന്ന് പറഞ്ഞാൽ മെട്രിക്സ് യൂസ് ടു അസസ് എ കമ്പനീസ് ഫൈനാൻഷ്യൽ ഹെൽത്ത് സച്ച് ആസ് ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ. ഒരു ബിസിനസ്, അപ്പോൾ ഇത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ വരുന്നതാണ്, ഇത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നതാണ് ഫൈനാൻഷ്യൽ റേഷ്യോസ് പറയുന്നത്. അല്പം കൂടി നമ്മൾ ഒരു മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലേക്ക് വരുമ്പോൾ
ഉപയോഗിക്കുന്ന ചില മെട്രിക്സ് ആണ്, അല്ലെങ്കിൽ കീ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഫിനാൻഷ്യൽ റേഷ്യോസ് ആണല്ലേ. ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻസ്, ഹെൽത്തിനെ നമ്മൾ അസസ് ചെയ്യാൻ വേണ്ടി, മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില മെട്രിക്സ് ആണ്. അത് ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ, അങ്ങനെ ഒത്തിരി റേഷ്യോസ് ഉണ്ട്. ഉദാഹരണത്തിന് കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക്, ലിക്വിഡിറ്റി റേഷ്യോ. അപ്പം ഇങ്ങനെയുള്ള ഒത്തിരി റേഷ്യോസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്തിനെ അല്ലെങ്കിൽ കണ്ടീഷനെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ അതാണ് ഫിനാൻഷ്യൽ റേഷ്യോസ് എന്നത്. അത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വരുന്നതല്ല, അത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് തന്നെയാണത്. ഓഡിറ്റ് എല്ലാം കേട്ടിട്ടുണ്ടായിരിക്കാം. നമ്മളൊരു ബിസിനസ്സിൻ്റെ ഫോമൽ എക്സാമിനേഷൻ ഓഫ് എ കമ്പനീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ബൈ ആൻ ഇൻഡിപെൻഡൻറ്റ് പാർട്ടി. ഓഡിറ്റേഴ്സ് ചെയ്യുന്ന ജോലിയാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ആ ബിസിനസ് ഇൻറ്റേർണലായിട്ട് ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ്, ഇതെല്ലാം ഫോർമലായിട്ട് എക്സാമിൻ ചെയ്യുന്ന ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് പാർട്ടി കോൾഡ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് അല്ലെങ്കിൽ ഓഡിറ്റേഴ്സ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ടാക്സേഷൻ. ടാക്സ് എന്ന് നമ്മൾ പറഞ്ഞാൽ നികുതി. ഗവൺമെൻറ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഫിനാൻഷ്യൽ ചാർജസ് ആണ്. കമ്പനിയുടെ ഏണിങ്സിൻ്റെ പുറത്ത് അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ പുറത്ത് ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന ഫിനാൻഷ്യൽ ചാർജസിനെയാണ് ടാക്സ് എന്നും, അല്ലെങ്കിൽ ആ പ്രോസസ്സിനെയാണ് ടാക്സേഷൻ എന്ന് പറയുന്നത്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നെയാണ്. എ ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഷോയിങ് എ കമ്പനീസ് റവന്യൂസ്, എക്സ്പെൻസസ് ആൻഡ് പ്രോഫിറ്റ് ഓർ ലോസ് ഓവർ എ പീരീഡ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയാൻ പറ്റില്ല, ലാഭവും നഷ്ടങ്ങളും വരത്തില്ല, പ്രോഫിറ്റോ ലോസേ വരത്തുള്ളൂ. പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടാണ്. അത് റവന്യൂവും എക്സ്പെൻഡിച്ചറും, അത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നെയാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരു കമ്പനിയുടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പീരീഡിന് കമ്പനി ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാക്കിയതെന്ന് അറിയാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് റവന്യൂ എക്സ്പെൻഡിച്ചർ തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടായിരിക്കും. അത് നമ്മൾ നേരത്തെ പറഞ്ഞാണ് പ്രോഫിറ്റ് എന്താണെന്നുള്ളത്. റവന്യൂ മൈനസ് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ റവന്യൂ മൈനസ് എക്സ്പെൻസസ് ആണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. മറിച്ചാണെങ്കിൽ എക്സ്പെൻഡിച്ചർ കൂടുതലും റവന്യൂ കുറവാണെങ്കിൽ ലോസും ആയിരിക്കും പറഞ്ഞത്. അപ്പോൾ അതറിയാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പിന്നെ വരുന്നതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് മുമ്പേ നമ്മൾ ക്യാഷ് ഫ്ലോ പറഞ്ഞാണ് മൂവ്മെൻറ്റ് ഓഫ് ക്യാഷ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ബിസിനസ്. ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോയും, അതിനെക്കുറിച്ച് നമ്മൾ അറിയാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്, റിപ്പോർട്ടാണ് ചേഞ്ചസ് ഇൻ ബാലൻസ് ഷീറ്റ് അക്കൗണ്ട്സ്. എ റിപ്പോർട്ട് ദാറ്റ് ഷോസ് ഹൗ ചേഞ്ചസ് ഇൻ ബാലൻസ് ഷീറ്റ് അക്കൗണ്ട്സ്. ബാലൻസ് ഷീറ്റ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും, അല്ലെങ്കിൽ മറ്റ് അസറ്റ്സും ലയബിലിറ്റീസും നമ്മൾ ഇൻ ആൻഡ് ഔട്ട്, ഇൻ ടു ദ ബിസിനസ് ആൻഡ് ഔട്ട് ഓഫ് ദ ബിസിനസ്, അതിനുവേണ്ടി നമ്മൾ മണി സ്പെൻഡ് ചെയ്യുക. മണി സ്പെൻഡ് ചെയ്തതിൻ്റെ റിപ്പോർട്ടാണ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അതിലുള്ള ചേഞ്ചസ് ആണ് കാണിക്കുന്നത്. ചേഞ്ചസ് ഇൻ ബാലൻസ് ഷീറ്റ് അക്കൗണ്ട്സ്. ബാലൻസ് ഷീറ്റ് അക്കൗണ്ട്സ് പറഞ്ഞാൽ ക്യാഷ് ഫ്ലോയെ അഫക്റ്റ് ചെയ്യുന്ന അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ, ലയബിലിറ്റീസ് നമ്മൾ ഉണ്ടാകുമ്പോൾ, ക്യാഷ് ഫ്ലോ ഔട്ട്ഫ്ലോ ഇൻഫ്ലോ ഉണ്ടാകാം. അപ്പോൾ അതിലുണ്ടാകുന്ന ചേഞ്ചസിൻ്റെ റിപ്പോർട്ടാണ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. A report that shows how changes in balance sheet accounts affect cash flow. അക്കൗണ്ട്സ് റിസീവബിൾ നമ്മൾ മുമ്പേ പറഞ്ഞ അക്കൗണ്ട്സ് പേയബിൾ പഠിച്ചാണ്. കമ്പനി ചെയ്യുന്ന ഔട്ട്സൈഡേഴ്സിന് നമ്മൾ മണി ചെയ്യുമ്പോൾ അക്കൗണ്ട്സ് പേയബിൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഔട്ട്സൈഡേഴ്സ് കമ്പനിക്ക് പണം ചെയ്യുമ്പോൾ അക്കൗണ്ട്സ് റിസീവബിൾ ഉണ്ടാകും. മണി ടു എ കമ്പനി ബൈ ഇറ്റ്സ് കസ്റ്റമേഴ്സ് ഓർ ഔട്ട്സൈഡേഴ്സ് ഫോർ ഗുഡ്സ് ഓർ സർവീസസ് ഡെലിവേർഡ്. സാധനങ്ങൾ നമ്മൾ വിൽക്കുകയും അല്ലെങ്കിൽ സേവനങ്ങൾ കൊടുക്കുകയും ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സ് പൈസ തന്നില്ലെങ്കിൽ അത് അക്കൗണ്ട്സ് റിസീവബിൾ ആകും, ഡെറ്റേഴ്സ് എന്ന് പറയാം നമുക്ക്. അതുപോലെ മറ്റാർക്കെങ്കിലും കമ്പനി പൈസ കൊടുക്കുമ്പോൾ അത് തിരിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലെങ്കിൽ എപ്പോൾ തിരിച്ചു തരുന്നോ
ആ ടൈം വരെയുള്ള till that time it is becoming an accounts receivable or debtors. For example, company pays 5,000 rupees to XYZ and it is agreed to pay after 1 week or 1 month. So till that time, that amount is called accounts receivable or debtors. XYZ is a debtor of the company. In the previous case, it was accounts payable. Company owes to outsiders, including the vendors and suppliers. That is called accounts receivable and accounts payable. Now, cost of goods sold. Direct costs attributable to the production of goods sold by a company. ഒരു കമ്പനി വിൽക്കുന്ന സാധനങ്ങളുടെ മാനുഫാക്ചറിങ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഡയറക്റ്റ് കോസ്റ്റുകളാണ്. ഡയറക്റ്റ് കോസ്റ്റ് ഇൻഡയറക്റ്റ് കോസ്റ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ് കോസ്റ്റ് ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മൾ മുമ്പേ നേരത്തെ പറഞ്ഞതാണ് ഗ്രോസ് പ്രോഫിറ്റ്, റവന്യൂ മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ അന്നേരം അവിടെ പറഞ്ഞായിരുന്നു. ആ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റവന്യൂ മൈനസ് ഡയറക്റ്റ് കോസ്റ്റ് ഈസ് കോൾഡ് ഗ്രോസ് പ്രോഫിറ്റ്. അതിൽ നിന്നും ബാക്കിയുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചേഴ്സ് ഇൻക്ലൂഡിങ് ടാക്സ് ആൻഡ് ഇൻട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. So cost of goods sold is direct cost attributable to the production of goods sold by a company. So these are the 30 മുപ്പതോളം വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിന്നെ അക്കൗണ്ട്സ് ഫൈനാൻസ് ടേംസ് ആണ്. അപ്പോൾ ഈ ടേംസ് നമ്മൾ ഒരു അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അക്കൗണ്ടിങ് മേഖലയിൽ ഫൈനാൻസ് ഫീൽഡിൽ നമ്മൾ ഏത് കാറ്റഗറി അല്ലെങ്കിൽ ഫങ്ഷൻ നമ്മൾ പെർഫോം ചെയ്യുമ്പോഴും ഈ ടേംസ് എല്ലാം മോറോലെസ് നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടിട്ട് വരും. അപ്പോൾ ഇത് ബേസിക്കായിട്ട് ഈ ടേംസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ അക്കൗണ്ടിങ് വൊക്കാബുലറീസ് നമ്മൾ മനസ്സിലാക്കുക. ഇതെല്ലാം ഓരോ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഫീൽഡുമാണ്. അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറയുന്നത്, അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറയുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഇതെല്ലാം ഓരോ സെപ്പറേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡി ആവശ്യമായിട്ടുള്ള സെക്ഷൻസ് അല്ലെങ്കിൽ ഫീൽഡുമാണ്. അപ്പോൾ ഇത്രയും ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഇനിയും മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ വാട്സപ്പ് നമ്പർ ഓൺലൈൻ കോച്ചിങ് എന്ന് പറഞ്ഞാൽ +1 +2 സ്റ്റുഡൻസ്, BCom സ്റ്റുഡൻസിനുള്ള അക്കൗണ്ടിങ് ഫൈനാൻസ് സബ്ജക്ട്സിലേക്കുള്ള ഓൺലൈൻ കോച്ചിങ്, അതുപോലെ കരിയർ ഗൈഡൻസ് എല്ലാം വേണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് ഇൻഫോം ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സ്പെസിഫൈഡ് ആയിട്ടുള്ള സെഷൻസ് നമുക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് തീർച്ചയായിട്ടും കോച്ചിങ് സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്ക്, ഇതുപോലെ അക്കൗണ്ട്സ് ഫൈനാൻസുമായി ബന്ധപ്പെട്ട മറ്റൊരു ടോപ്പിക്ക് സംസാരിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.